നോക്കുന്നേ? അത് വല്ല സ്വർണ്ണോ വല്ല ഉണ്ടെന്ന് ഓർത്തിട്ട് എന്തോ വില അറിയോ? പിന്നെ സ്വർണം മേടിക്കാൻ നിങ്ങൾ എന്നെ ജോസ്കോയിലല്ലേ കൊണ്ടുവന്നേക്കുന്നത്? അതെ, ഈ കുപ്പി മേടിക്കുന്ന സമയത്ത് ഈ ബില്ലൊന്നും നോക്കാറില്ലല്ലോ. അതൊക്കെ അന്തക്കാലം. ആ ഗുപ്ത പഠിപ്പിക്കുന്ന കാലത്തൊക്കെ എന്തായിരുന്നു, എന്തുമാത്രം സാധനം മേടിക്കുക, എന്തോ തീ പിടിച്ച വില എല്ലാത്തിനും. ചുമ്മാ അൺപാർലമെന്ററി ആയിട്ട് സംസാരിക്കാം. അതിന് നമ്മുടെ മിസ്റ്റർ എക്സ് അല്ലേ, അവന് വണ്ടി മോഷണം തുടങ്ങി. I know this car. എക്സോ എന്താ കോമിക് ക്യാരക്ടർ? വായിക്കൊള്ളാത്ത പേരുണ്ടല്ലോ മറ്റേ എക്സൊക്കെ. കൊലാനി. എന്തുവല്ലാണ്ട് എന്റെ വായിലത് കൊള്ളത്തില്ല. ഞാൻ അവനെ കോളാമ്പിന്നാണ്. കഷ്ടം, ആഫ്രിക്കയിൽ ഇത്രയും നാൾ ഉണ്ടായിട്ട് കൊലാനി. പിന്നെ ഓരോ ക്ലിക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ പറയുന്നത്, യോ മിസ്റ്റർ കോളാമ്പി, ഹലോ. Hi, Chaku. How are you, my brother? Hey, Baba. Hey, by the way, this is my wife Lisa. Oh, this is your wife, Lisa. She's fine. Unjani. How are you, Mama? By the way, speaking of wife, how's your wife? She's not my wife. She's a witch. അപ്പോൾ എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയാ സ്ഥിതി അല്ലേ? I don't understand you. Oh, no. I was just saying that I'm lucky to have a wonderful wife. Oh, Chaku, you are lucky man. ഇവിടെ തലയിലെഴുത്തിന് ലക്കെന്നാണ് പറയുന്നത്. എന്തിനാ? Excuse me, Chakucha. I will be back. നല്ലൊരു മനുഷ്യൻ. ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിൽ ഇരിക്കുന്നതിനൊക്കെ കിണത്തിപ്പിടിച്ച് തള്ളാൻ തോന്നുന്നു. ഭർത്താക്കന്മാരോട് പുച്ഛം. കിണർ എന്തൊക്കെയാണ്. ഓരോ പുച്ഛം കൊണ്ടിറങ്ങി. എന്റെ അമ്മ ഒന്ന് വിളിച്ചതാ. ഹലോ, കൈയും വീശി പോകാതെ ഇവിടെ ബാഗൊക്കെ എടുക്ക്. ബാ. ഇതുപോലെ ഹെൽപ്പും കാണണം കിച്ചൺ കേട്ടോ. ഞാൻ അല്ലാതെ തന്നെ ചെയ്തോണ്ടല്ലോ. കിച്ചൺ കട്ട് ചെയ്യുന്നില്ലേ? കിച്ചൺ കട്ട് ചെയ്തില്ലേ? ഒരു പാക്കറ്റ് എടുക്കാൻ മനുഷ്യ, ചിക്കൻ കറി എന്തിനുള്ള? നീ അല്ലേ പറഞ്ഞ ചിക്കൻ കറി വേണോ? ഇന്ത്യൻ കടയിൽ നിന്ന് എനിക്കൊരു ചിക്കൻ കറി കുർത്ത മേടിച്ചോണ്ട് വരാനാ പറയുന്നത്. എന്നിട്ടാണ് ചിക്കൻ കറി മേടിച്ചോണ്ട് വന്നേക്കുന്നത്. എന്റെ വിധി, എന്റെ ദൈവമേ. ചിക്കൻ കറിയോ കോഴഞ്ചേരിക്കാരിയോ ഓരോന്ന് എഴുന്നള്ളിക്കൊണ്ട് വരും. ഗേറ്റ് തുറക്കാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. ജോമോനാണോ അല്ലേ? ടീമേ എന്തോ കോടാലി കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. താൻ എവിടെ? ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളയാനെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. എന്താ ബാഗൊക്കെ ആയിട്ട് ഷോപ്പിംഗ് ആയിരുന്നു? രാവിലെ ഇറങ്ങിയത്. എന്നാലും ചുമ്മാ ഇരിക്കല്ലേ, പിടിച്ചേ. പുള്ളി ചോദിക്കണ്ടായിരുന്നു. വാ. ചേടാ, ഇതെന്തോ സംഗതി? ഞാൻ കാലിന് വേദനയാന്ന് പറഞ്ഞപ്പോൾ ഇവളിത് മേടിച്ചു. ഇവള് കൊള്ളാമല്ലോ. അവൾക്ക് നല്ല സ്നേഹമുണ്ട്. ഷീസ് ലവ്ലി. രാവിലെ തന്നെ വന്നിട്ടുണ്ടല്ലോ. എന്താ? ഞാൻ വേസ്റ്റ് അല്ലല്ല, ഞാൻ വേസ്റ്റ് അല്ല. ഞാൻ വീട്ടിൽ നിന്ന് വേസ്റ്റ് കളയണമെന്ന് പറഞ്ഞിറങ്ങിയതാ. അതാ അപ്പോഴത്തേക്കും ചാക്കോച്ചനോടെ കണ്ടു. അപ്പൊ ബാഗ് കിട്ടി. അപ്പൊ അത് തരണ്ടേ? ഇതെന്താ മാർക്ക് ലിസ്റ്റോ? ഞാനൊക്കെ പഠിക്കുമ്പോ 140-ൽ 100 ആയിരുന്നു. ഇതെന്താണ് തിരിച്ച്? എനിക്ക് BP ആടൂ. BP അതിലെ അകത്ത്. അത് കൂടാതെ എനിക്ക് ഇതുമുണ്ട്. പ്രഷർ ഭയങ്കര കൂടുതൽ. ഇത് പറഞ്ഞ് രാവിലെ അവള് ഭയങ്കര അടിയ. അവള് പറയുന്ന ജിമ്മിലും എക്സസൈസൊക്കെ ചെയ്യാനാണ് പറയുന്നത്. എനിക്ക് ഈ പ്രായത്തിലൊന്നും ചെയ്യാൻ വയ്യോ, മടിയാ. തനിക്ക് ഓടാനോ നടക്കാനോ ഒക്കെ പോയിക്കൂടെ? രാവിലെ നല്ല ഫ്രഷ് എയർ അല്ലേ? ഫ്രഷ് എയർ വേണമെങ്കിൽ രാവിലെ ഒക്കെ എഴുന്നേക്കണ്ടേ? എനിക്കതിന് വയ്യ. എനിക്ക് രാവിലെ എഴുന്നേക്കാൻ വയ്യ. അത് ശരിയാ. എന്നാ പിന്നെ നമുക്ക് സ്പോർട്സ് നോക്കിയാലോ?
ആ ജോൺ ആണെങ്കിൽ 5 സൈഡ് എന്നൊക്കെ പറഞ്ഞു നടപ്പുണ്ട്. ഏതാ സോക്കറോ? ആ സോക്കർ. അതൊരു നല്ല ഐഡിയ കേട്ടോ. ആ ഞാൻ പഴയ KFC-യാണ്. കോഴിയാ? കോട്ടയം ഫുട്ബോൾ ക്ലബ്. ഓ കോട്ടയം, അതൊക്കെ എപ്പോഴും ഉണ്ടോ? അവരില്ല, ഞാനുണ്ട്. നന്നായി. എന്തായാലും ശരി, നമുക്ക് പ്രതീക്ഷനെയും ജോണിനെയും എല്ലാം വിളിച്ചിട്ട് നമുക്കൊന്ന് കൂടി നമ്മൾ മാത്രമായിട്ടായാൽ നമുക്ക് എക്സസൈസും ആവും, നമുക്ക് മറ്റൊരു ആൽക്കഹോളിക് സെഷൻ പിന്നെ. അത് ശരിയാ. ആ കെയർ ഓഫിൽ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ഞാനേ ജോണിനെ ഇപ്പം തന്നെ ഒന്ന് വിളിക്കാം. വിളി. അടിക്കുന്നുണ്ട്. ജോമോനാണല്ലോ. ഹല എന്നുണ്ട്? ആ ജോണേ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറേ നാളായല്ലോ, നമുക്കൊന്ന് കൂടണ്ടേ? ഒന്നും പറയണ്ട. ഈ പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ചൈനക്കാർ എന്നെ കൊണ്ട് പണിയിപ്പിച്ചു ഒരു രക്ഷയില്ല മാഷ്. അത് കള. നമ്മുടെ ചാക്കോച്ചന് ഒരു വീക്ക്ലി സ്പോർട്സ് മീറ്റപ്പ് പ്ലാൻ ഉണ്ട്. സ്പോർട്സ് മീറ്റപ്പ്? പിന്നെ ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം നിങ്ങളുടെ കാര്യം ഓർത്തത്. അതെ, പണിയെല്ലാം കഴിഞ്ഞോ? എല്ലാം തീർത്തല്ലോ, തൂത്തും തുറച്ചെല്ലാം കഴിഞ്ഞല്ലോ. ഇനിയും തൊട്ട് എല്ലാ ദിവസവും ഇവൻ 1 മണിക്കൂർ ഫിസിക്സും മാത്സും പഠിപ്പിച്ചേ പറ്റൂ. മാത്സിനും ഫിസിക്സും എല്ലാം മാർക്ക് ഒത്തിരി കുറവാണ്. വന്ന് പഠിപ്പിച്ചോണം കേട്ടോ. ഇന്ന് തുടങ്ങിക്കോ. അതെ ജോമോനെ, ഞാനൊരു കാര്യം വിട്ടു. എൻ്റെ കമ്പനി എന്നോട് പറഞ്ഞു ഞാൻ എല്ലാവരെയും പോയി ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഞാനില്ലാതെ ഒന്നും നടക്കത്തില്ലെന്നേ. അതുകൊണ്ട് ഞാനില്ല കേട്ടോ. ഇതിപ്പോൾ ഫ്ലോപ്പ് ആവുമല്ലോ. നിങ്ങളില്ലാതെ എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോവാ? നമ്മുടെ റോണിയില്ലേ, അവിടെ ചുമ്മാ കുത്തിയിരിക്കുകയല്ലേ, അവനെ ഞാൻ വിളിക്കാം. അവനും അവൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട് അവിടെ. അവർ വന്നോളൂ. ഓക്കെ, ഞാൻ സെറ്റപ്പ് ആക്കാം. ഓക്കെ. രണ്ടും കൂടെ ഇവിടെ എന്തോ ചർച്ച? എടാ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ഡോക്ടറിൻ്റെ അവിടെ പോയപ്പോൾ പറഞ്ഞില്ലായിരുന്നോ ഇതുപോലെ ദേഹം അനങ്ങണം, എക്സസൈസ് ചെയ്യണം, കാലറി ബേൺ ചെയ്യണം എന്നൊക്കെ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ഒരു സോക്കർ ക്ലബ്ബ് തുടങ്ങാൻ തീരുമാനിച്ചു. സോക്കർ? നിങ്ങൾ സോക്കറായിട്ട് എന്തോ ബന്ധം? ഞാൻ കളിക്കാൻ നന്നായിട്ട്. അതിപ്പോ എല്ലാം അറിഞ്ഞിട്ടാണോ ഓരോരുത്തരും ഓരോന്നിനും ഇറങ്ങിത്തിരിക്കുന്നത്? ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നേ. കല്യാണത്തെ പറ്റി വല്ലതും അറിഞ്ഞിട്ടാണോ ഞാനും നിന്നെ കെട്ടിയത്? എന്നിട്ട് നോക്കി എന്തൊരു നല്ല ഭർത്താവിനെ കിട്ടിയേ ഇല്ലേ? നിങ്ങൾ സോക്കറോ കബഡിയോ എന്ത് വേണമെങ്കിലും കളിച്ചോ. ദൈവത്തെ ഓർത്ത് കള്ളും കുടിച്ച് തല്ലും ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് വന്നേക്ക്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടോ. നീ കരുനാക്കൂട്ടൊന്നും കയറി പറയാതെ. അനുഭവം ഗുരു, ഇത്രേ ഉള്ളൂ. ഫുൾ സന്തോഷമാണല്ലോ. ആർക്കട ഞങ്ങൾ അന്തമായത്? സംഭവം സോക്കറാണെന്നൊക്കെ പറഞ്ഞിട്ട് ബാബിക്കുവാണോ? എന്റെ ചെറുക്ക, നീ വിവരക്കേട് പറയാതെ. ബാർബിക്യൂ അല്ല, സൗത്ത് ആഫ്രിക്കയിൽ ഇതിന് പറയുന്നതാണ് ബ്രായ്. ഓഹോ, കുറെ കൊല്ലായാലും ഇവിടെ നിന്നിട്ടുണ്ട്. എടാ, ഞങ്ങൾക്ക് ഈ ഒരു സെറ്റപ്പിലൊക്കെ ഈ ബ്രൈ ആയിട്ടൊക്കെ കൂടാൻ പറ്റത്തുള്ളൂ. കഴിച്ചുകൊണ്ടും കുടിച്ചോണ്ടിരുന്ന കളി ഒന്നും നടക്കില്ല കേട്ടോ. എടാ, അതൊക്കെ അതിന്റെ വഴിക്ക് നടന്നോളൂ. എന്നാ ഓക്കെ. സഹായം വല്ലതും വേണോ? നീ ഇപ്പൊ ചെയ്യുന്ന സഹായം തന്നെ ധാരാളം. Flawless victory. Choose your destiny. Flawless victory. Fight.
അണ്ണാ ചാക്കോച്ച എവിടെ പോയി? ചാക്കോച്ചനല്ല അവിടെ കുറെ നേരമായിട്ട് കാലം നീട്ടി നിൽക്കുന്നത്. ആ അനിയ പെട്ടെന്ന് വാ. ഈ കുരുക്കൊന്ന് അഴിച്ചേ. ആവുന്ന മണിക്കും എല്ലാം പോയാ പോരെ? ചാക്കോച്ച മുറ്റ് പിള്ളേരാണല്ലോ. നമുക്ക് കക്ക വെച്ചാലോ? കക്കയോ? ഇടുവോ ആ പേടിപ്പിക്കുന്ന പരിപാടിയില്ലേ, നാക്കൊക്കെ പുറത്തിട്ട് കണ്ണൊക്കെ ഇങ്ങനെ കാണിക്കുന്ന ഒരു പരിപാടിയില്ലേ? ഓ കക്കയല്ലടോ, ഹക്ക, മറ്റേ ന്യൂസിലാൻഡ് പിള്ളേരുടെ. അത് തന്നെ. ആ അത് അതുകൊണ്ട് വരട്ടോ. ഇവന്മാരെ കണ്ടിട്ട് അതൊന്നും മേക്കുന്ന ലക്ഷണമില്ല ചാക്കോച്ച. വേറെ വല്ലതും പിടിക്കേണ്ടി വരും. ഓ ദൈവമേ, പോയി 10 സെക്കൻഡ് ഒരു ഗോൾ. ചാക്കോച്ച താൻ എന്തോടെ ഇവിടെ നിൽക്കുന്നത്? കളിക്കണോ? എന്തോ പറയാനുള്ളൂ. കുറച്ച് നേരമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങിയ പട്ടേക്കൂട്ട് ഒറ്റ ബോളും തരത്തില്ല തെണ്ടികൾ. എടോ ഇത് ക്രിക്കറ്റ് പോലെ എല്ലാ ഓവറും കഴിയുമ്പോൾ കൊണ്ടുവന്ന് ബോൾ തരത്തില്ല. ഇറങ്ങിപ്പോയി എടുക്കണം. നിനക്ക് വേണോ? എന്നാ ബാ പിടി. കമാൻ കമാൻ. ഇങ്ങോട്ട് കേച്ച്. നിങ്ങളിത് കാണുക. Why this man is called a genius? ഗോളല്ലേ? ഗോളളിയാ ഗോള്. റോങ് ടീം. ഓക്കേ ചാക്കോച്ച പാസ്. എന്റെ അമ്മേ. ചാക്കോച്ച ചാക്കോച്ച ഓക്കെയാണോ ചാക്കോച്ച? എന്റെ കാല്, അയ്യോ എന്റെ കാല്. മറിക്കേ എല്ലാവരും. ഇതൊന്ന് സ്ട്രെച്ച് ചെയ്താൽ ശരിയാ. എല്ലാവരും മറിക്കേ. ശബ്ദം കേട്ടോ? ആ കാലൊന്ന് കുത്തില്ല. അങ്ങനെ ഈ കാല് കുത്തില്ല, ഈ കാല് കുത്തില്ല. എടോ ചേട്ടാ, നമുക്ക് അവിടെ പോയി ഇരുന്ന് നോക്കണ. താനും എന്റെ കാല് ഒടിച്ചോ? ഞാൻ ഈ യൂട്യൂബിൽ ഫിസിയോതെറാപ്പി അവരെ കൊണ്ട് വിളിച്ച് ബുക്ക് ചെയ്ത ലിസമൻ എന്ന് പറയും. എടാ എന്ത് നോക്കിക്കാരോ, ഒന്ന് വന്ന് പിടിക്കണേ. ഒന്ന് വന്നേ എല്ലാവരോട്. ചാക്കോച്ചന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾ ഇനിയും പൂവണിയുമോ? സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങൾ ലിസമയ്ക്ക് ഇനി ഉണ്ടാകുമോ? റൊണാൾഡോ ഇല്ലാത്ത പോർച്ചുഗൽ പോലെ ചാക്കോച്ചനില്ലാത്ത തന്തപ്പടീസ് ഇനി നിലനിൽക്കുമോ? ചാക്കോച്ചന്റെ അപകടത്തിന് പുറകിലുള്ള ആ കറുത്ത കൈകൾ പ്രതീഷിന് കൊട്ടേഷൻ കൊടുത്ത ലിസമ്മയുടേതോ? ഈ ചോദ്യങ്ങളുടെയെല്ലാം ഉത്തരങ്ങൾ അറിയണമെങ്കിൽ തന്ത വൈബ്സിന്റെ 2ാം ഭാഗം കാണുക.